ഒരു സിവിൽ പോലീസ് ഓഫീസർ, അതായത് സിവിൽ എക്സൈസ് ഓഫീസറായിട്ട് എൻറോൾമെൻ്റ് ആയതിനു ശേഷം ഇപ്പം എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് ഉള്ള ടെസ്റ്റ് പാസ്സായി. ഇവിടെ NIPTയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഏതാണ്ട് നല്ല വെയ്റ്റും ആ രീതിയിൽ, അതായത് ബോഡി ഫിറ്റല്ലാത്ത രീതി വന്നാണ്. ഇപ്പം ഏതാണ്ട് ഒരു 2 മാസക്കാലം കൊണ്ട് വളരെ നല്ലവണ്ണം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് സ്വന്തമായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് ഇപ്പം ഫിസിക്കൽ ടെസ്റ്റും SIയുടെ ടെസ്റ്റും പാസ്സായിരിക്കാം. എല്ലാവർക്കും ഇതിൽ ഒരു എക്സാമ്പിളായി സിവിൽ എക്സൈസ് ഓഫീസറായിട്ട് കയറിയിട്ട് സിവിൽ എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് ഇപ്പം മാറിയിരിക്കാം. അത് ഒരു എക്സാമ്പിളായിട്ടുള്ള കാര്യമാണ്, എല്ലാവരെയും കൊണ്ടും പറ്റുന്ന കാര്യമല്ല. ആ ഒരു കാര്യമാണ് എന്ന് മിഥുൻ നേടി. ഒരുപാട് വേദനകളും, അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ വേദന ഉണ്ടായിരുന്നു. കഴിഞ്ഞ വയസ്സ് ഇച്ചിരി നല്ല രീതിയിലായിട്ടുണ്ട്. എന്നിട്ടും പരിമിതികൾ ഉണ്ടായിട്ടും ഉയരണം എന്നുള്ള ആ ഒരു മനോഭാവവും ആ ഒരു സ്പിരിറ്റും കൊണ്ട് നേടിയെടുത്താണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ കൂട്ട് ആവുക. കിട്ടുന്ന ജോലിയിൽ മാത്രം കുറച്ച് നിൽക്കാതെ അവിടുന്ന് മുന്നോട്ട് എങ്ങനെ നമ്മളെ ഡെവലപ്പ് ചെയ്ത് വീണ്ടും പ്രൊമോഷൻ മേടിക്കാം എന്ന രീതിയിൽ എല്ലാവരും ചിന്തിക്കാം. ബാക്കി ഇപ്പം നിതിൻ നമ്മുടെ എക്സ്പീരിയൻസ് കുറച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാം. എൻ്റെ പേര് മിഥുൻ ലാൽ. ഞാനിപ്പോൾ തൃപ്പൂണിത്തുറ എക്സൈസ് ഓഫീസിൽ സിവിൽ എക്സൈസ് ഓഫീസറായിട്ട് ജോലി ചെയ്തു വരുവാണ്. എക്സൈസ് ഇൻസ്പെക്ടറുടെ ബൈ ട്രാൻസ്ഫർ പരീക്ഷയിൽ 2 എക്സാം ഉണ്ടായിരുന്നു, പ്രിലിംസും മെയിൻസും. അത് കഴിഞ്ഞു ഫിസിക്കൽ എന്നൊരു വലിയൊരു കടമ്പ തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ച്. കാരണം ഒരു 82 കിലോയിൽ കൂടുതൽ വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ പ്രായം ഈ സാറ് പറഞ്ഞിട്ട് കുറച്ച് അതിക്രമിച്ചു. അങ്ങനെയൊക്കെ നമുക്ക് ഫിസിക്കൽ ചെയ്യാൻ പറ്റുമോ, ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാകാൻ പറ്റുമോ എന്ന് ഒരു നല്ല പേടി തന്നെയായിരുന്നു. കാരണം റിട്ടൺ ടെസ്റ്റ് 2 ക്വാളിഫൈ ചെയ്തു, പക്ഷേ ഫിസിക്കൽ നമുക്കൊരിക്കലും കിട്ടില്ല എന്നൊരു മൈൻഡിൽ നിന്നപ്പോഴാണ് സാറിനെ കോൺടാക്റ്റ് ചെയ്തു. സാറ് ആദ്യം ഫോണിലൂടെ സംസാരിച്ചപ്പോൾ തന്നെ നല്ലൊരു കോൺഫിഡൻസ് വന്നേ. അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് റെഡിയാക്കി എടുക്കാം, എത്രയൊക്കെ ഇതുണ്ടെങ്കിലും നമുക്ക് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാക്കാം എന്നൊരു ഉറപ്പ് തരൂ. നേരെ സാറിൻ്റെ അടുത്ത് വന്നു. സാറ് ഒരുപാട് ശരിക്കും നമുക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ടിപ്സ്, ട്രിക്സ്, കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. എങ്ങനെ നമുക്ക് ഈ ഇവൻറ്റ്സ് ക്ലിയർ ചെയ്യാൻ പറ്റും, അതിന് എങ്ങനെ നമ്മൾ ബോഡി ആദ്യം ഫിറ്റാക്കി എടുക്കാം എന്നുള്ള കാര്യങ്ങൾ. ബോഡി ശരിക്കും ഒരു നല്ല രീതിയിൽ തന്നെ സാറ് ഫിറ്റാക്കുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ 2-2.5 മണിക്കൂർ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണ് സാർ ഇവിടെ വന്ന് ഗ്രൗണ്ടിൽ. വേറെ ആരും അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യില്ല. നമ്മുടെ കൂടെ നിന്ന് എന്തിനും സാറ് നമ്മുടെ പുറകെ നടന്ന് ഓരോ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച്, എക്സസൈസുകളൊക്കെ ആണെങ്കിലും എല്ലാം കൃത്യമായിട്ട് നമ്മൾ മിലിറ്ററി രീതിയിൽ തന്നെയാണ് സാറ് ഓരോ എക്സസൈസുകൾ ചെയ്യിപ്പിക്കുന്നത്. അതൊക്കെ നല്ല എഫക്റ്റീവാണ്. നമ്മൾ ഒരു ദിവസം ചെയ്തു, രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം ചെയ്തില്ല നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിന് മോൾഡ് ചെയ്യുന്ന എക്സസൈസുകളാണ് സാറ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ എല്ലാ രീതിയിലും ഫിസിക്കൽ എനിക്ക് കിട്ടില്ല എന്ന 100% വിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾക്ക് പതുക്കെ കിട്ടും, നമുക്ക് ട്രൈ ചെയ്താൽ കിട്ടും എന്നൊരു വിശ്വാസത്തിലോട്ട് കൊണ്ടുവന്നു. പിന്നെ ഇവിടെ നിങ്ങളെല്ലാവരും സപ്പോർട്ട്, ഓടാനാണെങ്കിലും നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും ദൂരം ഓടാൻ പറ്റും, അല്ലെങ്കിൽ ഒരിക്കലും അതൊരു ബുദ്ധിമുട്ടല്ല എന്നൊരു രീതിയിലേക്ക് നിങ്ങളുടെ കൂടെ കൂടിയുണ്ട്. അതും നമുക്കൊരു വളരെ വലിയ സപ്പോർട്ടായിരുന്നു. അങ്ങനെയൊക്കെ നമ്മുടെ ഒരു ടീം വർക്കിൻ്റെ ഒരു വിജയമാണിത്. ഒരിക്കലും എൻ്റെ തന്നെയല്ല, അതിന് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് സാറിനോടാണ്. കാരണം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആണ് എന്ന് വിചാരിച്ചൊരു സംഭവം വളരെ സിമ്പിളായിട്ട് സാറ് നമ്മളെ ഫിസിക്കൽ പാസ്സാക്കി. കാരണം എനിക്കൊരു 5 ഇവൻറ്റ് നേരത്തെ ചെയ്യുമായിരുന്നു, പക്ഷേ നമ്മുടെ ശരീരം മാറി. അത് സാറെപ്പോഴും പറയും, നമ്മുടെ സ്വന്തം ശരീരമാണ്, വേദനകളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് നമ്മൾ ആ രീതിയിൽ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യണം. റെസ്റ്റ് കൊടുക്കേണ്ട സമയത്ത് റെസ്റ്റ് കൊടുക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങളും
നമുക്ക് പറഞ്ഞു തന്നു. അവസാനമൊക്കെ എനിക്ക് കാലിന് മസിൽ പെയിനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിൻ്റേതായ രീതിയിൽ റെസ്റ്റ് നിർബന്ധിത റെസ്റ്റുകളൊക്കെ ആക്കി. സാറ് റെസ്റ്റ് എടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് റെസ്റ്റ് എടുപ്പിച്ചു. ഇവൻറ്റ്സ് ചെയ്യേണ്ട സമയത്ത് അത് മാത്രം ഇവൻറ്റ്സ് ചെയ്യുക. അതേപോലെ ആദ്യം ഓടിച്ച ആ ഓട്ടമൊക്കെ സാറ് കുറച്ച് കൊണ്ടുവന്ന് അങ്ങനെ എല്ലാം കറക്റ്റ് ഒരു സിസ്റ്റമാറ്റിക്കായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം നമ്മുടെ ബോഡി സെറ്റാക്കി പിന്നെ പതുക്കെ ആ ഇവൻറ്റ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. അവസാനമായപ്പോൾ അത് നല്ല രീതിയിൽ കൊണ്ടുവന്നു. അങ്ങനെ ഒരു നല്ല സിസ്റ്റമാറ്റിക്കായിട്ടാണ് സാർ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. പിന്നെ ഞാൻ ഈ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒരു ട്രെയിനിങ് ക്യാമ്പിൽ ഒരു ഇൻസ്ട്രക്ടർമാരെ എങ്ങനെ നമ്മളെ എക്സസൈസ് ചെയ്യിപ്പിക്കുന്നു അതേപോലെയാണ് സാർ ഓരോ എക്സസൈസും നമ്മുടെ കൂടെ നിന്ന് ഒരു പീരീഡ് അല്ലെങ്കിൽ 40 മിനിറ്റ് ഒരു 30 മിനിറ്റ് ആ സമയത്ത് നമ്മളെ ചെയ്യിപ്പിക്കുന്നത്. അതാണ് ഏറ്റവും എഫക്റ്റീവ് എന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാ എക്സസൈസുകളും ശരീരത്തിന് വളരെ ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞോട്ടെ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ സാറിൻ്റെ അടുത്ത് വരാൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ വീണ്ടും പറയുകയാണ്, അത് ഭാഗ്യം. നല്ല രീതിയിൽ ഫിസിക്കൽ ട്രെയിനിങ് സാറ് തരുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ വിജയിക്കാൻ പറ്റും. സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ ഇത് എൻ്റെ ഒരു വിജയമല്ല, സാറിൻ്റെ വളരെ വലിയൊരു കഷ്ടപ്പാട് അതിന് പുറകിലുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് അതിന് പുറകിലുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ഇൻസ്പെക്ടറുടെ ടെസ്റ്റ് എനിക്ക് പാസ്സാകാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ അടുത്തൊരു ടെസ്റ്റ് വന്നാലും നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസമുണ്ട്. നേരത്തെ നമുക്ക് വിശ്വാസമില്ലായിരുന്നു നമുക്കത് ചെയ്യാൻ പറ്റുമോ, എനിക്ക് അതിനുള്ള കഴിവുണ്ടോ, നമ്മുടെ ബോഡി വീക്കല്ലേ, അങ്ങനത്തെ ചിന്തകൾ. ഇനിയിപ്പോൾ അങ്ങനെ ചിന്തകളൊന്നുമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് 100% ഉറപ്പുണ്ട്. അത് ഈ ഗ്രൗണ്ടിൽ വന്ന് നിങ്ങളോടൊപ്പം സാറിനോടൊപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വേണ്ടി ഇത്രയും വർക്ക് ചെയ്ത സാറിനാണ് ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നത്. സാറിന് വേണ്ടി നമ്മുടെ കുടുംബം എല്ലാവരും ഇവിടുന്ന് പോയ എല്ലാ കുട്ടികളും നമുക്കറിയാവുന്ന ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്തത് ഈ സാറിനുമായിട്ട് ഇങ്ങനെ പരിചയമുണ്ടല്ലേ. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്, സാറ് നമുക്ക് വേണ്ടി അത്രയും ഡെഡിക്കേറ്റഡാണ്. മറ്റാരും ചെയ്യുന്നതിനേക്കാൾ ഡെഡിക്കേറ്റഡാണ്. ആ ഡെഡിക്കേഷനാണ് നമ്മളെ വിജയത്തിലെത്തിച്ചത്. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ എത്താൻ പറ്റും അല്ലെങ്കിൽ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നൊരു വിശ്വാസമില്ലായിരുന്നു. പക്ഷേ അത് ക്ലിയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എല്ലാ നന്ദിയും സാറിനെ അറിയിക്കുന്നു.